കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. CPM ചരിത്രത്തിൽ ആദ്യമായാണ് പാർട്ടി സെക്രട്ടറി ജില്ലാ സമ്മേളനത്തിൽ നിന്ന് പുറത്താകുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജില്ലാ സമ്മേളനത്തിൽ നിന്ന് പുറത്തായത്. പുറത്താക്കിയതാകട്ടെ പാർട്ടിയുടെ ഭീഷ്മാചാര്യരും ചാണക്യനും ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും. ആലപ്പുഴയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കേരളം ഈ ദാരുണമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. ആലപ്പുഴയിലെ വിഭാഗീയതയിൽ പുറത്തു പോകേണ്ടി വരുമോ എന്ന ഭയമാണ് കളത്തിലിറങ്ങി ഗോവിന്ദന്റെ ചീട്ടുകീറാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല, സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ച പിണറായി ഗോവിന്ദന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഗോവിന്ദനാകട്ടെ ഒരു വിരുദ്ധതയും പ്രകടിപ്പിക്കാതെ പിണറായി വിരുദ്ധരുടെ കൂട്ടായ്മയുണ്ടാക്കി ഭാവിയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ആലപ്പുഴ സമ്മേളനം ബഹിഷ്കരിക്കുക വഴി താൻ പിണറായിയെ ഭയക്കുകയില്ലെന്ന് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തു. CPMൽ ഇപ്പോൾ നടക്കുന്നത് പതിവിലും വിപരീതമായ സംഭവങ്ങളാണ്. പിണറായി വിജയന്റെ അപ്രമാദിത്വം മുൻനിർത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആലപ്പുഴയിൽ വെച്ച് നടന്ന CPM പൊതുസമ്മേളനത്തിന്റെ സമാപന ചടങ്ങ് ബഹിഷ്കരിച്ചത് വാർത്തയായിരുന്നു. സെമിനാറിൽ മാത്രം പേരിന് പങ്കെടുത്ത ഗോവിന്ദൻ ജില്ല വിട്ടു. 3 ദിവസത്തെ ജില്ലാ സമ്മേളനത്തിന് പിണറായി മയമായിരുന്നു. MV ഗോവിന്ദൻ വെറും കാഴ്ചക്കാരൻ മാത്രമായി. മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സമ്മേളനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം PB അംഗം കൂടിയായ പിണറായിക്കായിരുന്നു. ഉദ്ഘാടനവും പ്രതിനിധികളോടുള്ള ആമുഖ പ്രസംഗവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർവഹിച്ചത്. സമാപന സമ്മേളനത്തിലും പിണറായി കൈകടത്തിയതോടെ സെക്രട്ടറിക്ക് റോളൊന്നും ഇല്ലാതെയായി. ഈ അവസരത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ആശംസകൾ നേരാതെ സംസ്ഥാന സെക്രട്ടറി സ്ഥലം വിട്ടത്. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ പക്ഷം സമഗ്ര ഭൂരിപക്ഷം നേടിയെങ്കിലും R നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചു. 3 ദിവസം പൂർണ്ണമായി ചടങ്ങിൽ പങ്കെടുത്ത പിണറായി വിജയൻ ഔദ്യോഗിക പക്ഷത്തെ പൊട്ടിത്തെറി ഭിന്നതയിലേക്ക് നീളാതിരിക്കാനുള്ള തന്ത്രമെന്ന വണ്ണമാണ് ജില്ലാ സമ്മേളനത്തിൽ സജീവ സാന്നിധ്യമായത്. പുതിയ തലമുറ ഭരണമാറ്റമാണ് പാർട്ടിയിൽ ഇനി നടക്കാനിരിക്കുന്നത്. തിരുവനന്തപുരം സമ്മേളനത്തിൽ പിണറായിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ നിറയെ വിമർശനങ്ങളുണ്ടായി. പിണറായിക്ക് നേതാക്കന്മാരുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയിരുന്ന MR അജിത് കുമാർ ഇപ്പോൾ ഒപ്പമില്ല. മാത്രമല്ല, പിണറായിയുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നേതാക്കൾ ചോർത്തി നൽകുന്നുണ്ട്. ഒരു കൂട്ടം നേതാക്കളെ ചേർത്ത് പിടിച്ച് ഗോവിന്ദൻ പിണറായിയെ വെട്ടിവീഴ്ത്തുമ്പോൾ പിണറായിയുടെ അവസ്ഥ ഒരർത്ഥത്തിൽ VSനെ ഒതുക്കിയ പിണറായിക്ക് കാലം കരുതി വെച്ച കരുതൽ ധനം പോലെയാണ്.